മക്കളെ, നമ്മൾ വീഡിയോ ചെയ്തതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കാണാൻ പാ. ഡിസംബർ 30 പബ്ലിക്കിന്റെ സപ്പോർട്ടോടുകൂടി ബാലരാമപുരം ചന്ത ഇരുന്ന ഭാഗത്ത് മാലിന്യ കൂമ്പാരം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് നമ്മുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കേട്ടോ. ഉടൻ തന്നെ പുതിയ ഭരണസമിതി അംഗങ്ങളിലേക്ക് വീഡിയോ എത്തുകയും ഉടൻ തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ അവർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ഭരണസമിതി അംഗമായ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീലാമ്മയുടെയും മറ്റു സഹപ്രവർത്തകരും കൂടെ നിന്ന് തന്നെ അവിടുത്തെ ആ ഒരു മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. മാലിന്യ കൂമ്പാരം കിടന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ എന്താ ക്ലീൻ ആയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീല മേഡം ഇവിടെ ഉണ്ട് കേട്ടോ. മേഡം, ഞാന് നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികാരമേറ്റിട്ട് അധികം ദിവസമായില്ല. ഇതിപ്പോ ഏകദേശം നമ്മൾ വരുന്നതിന് മുമ്പ് പ്രദേശത്ത് ഇതുപോലെ മാലിന്യങ്ങൾ കൊണ്ടിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഈ ചന്ത നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, പുതിയ കെട്ടിടം കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചന്തയും, ഇതൊരു പഴയ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടമായിരുന്നു, എല്ലാം നമ്മൾ പൊളിച്ചിട്ടത്. എന്നാൽ ഇപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ ആളുകൾ കയ്യേറി മാലിന്യങ്ങൾ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞു. ഞങ്ങളോട് പലരും വന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ നിങ്ങളുടെ ഒരു വീഡിയോയും കൂടെ കണ്ടപ്പോഴത്തേക്കാണ് നമ്മളതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ മാലിന്യം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ന് JCB കൊണ്ടുവന്ന് ട്രിപ്പറിൽ നമ്മൾ സാധനം കയറ്റി ആ കച്ചേരി കുളത്താണ് ഇത് കൊണ്ടുപോയത്. നമ്മുടെ പഞ്ചായത്ത് തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം ഈ ചവറാണ്, മാലിന്യമാണ്. പക്ഷെ നമുക്കത് ഒരിടത്തും കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമില്ല. എന്തായാലും നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കാണണം. അതിന് നമ്മുടെ ബാലരാമപുരത്തെ ജനങ്ങള് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളോടൊത്ത് സഹകരിച്ച് നിന്നാൽ നമുക്ക് ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന് സാധിക്കും. നമുക്കൊരു CCTV അങ്ങനത്തെ CCTV ഞങ്ങളിപ്പം ഒരാഴ്ചക്കകത്ത് തന്നെ CCTV വയ്ക്കും. നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെയുള്ള പൊതുവായിട്ടുള്ള വിഷയമാണ് പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. പഞ്ചായത്ത് പരിധിക്ക് പുറമേ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നും കൂടെ മാലിന്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു പ്രശ്നം നമ്മുടെ പഞ്ചായത്തിനുണ്ട്. അതായത് നമ്മുടെ ബാലരാമപുരത്ത് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം നമ്മള് ബുദ്ധിമുട്ടാണ് ഇപ്പോഴുള്ളത്. പൊതുജനങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് വലിയൊരു താങ്ക്സ് പറയുകയാണ്. താങ്ക് യു. മക്കളെ, അങ്ങനെ ബാലരാമപുരത്ത് ചന്തയ്ക്കടുത്തുള്ള വേസ്റ്റ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഉടൻ തന്നെ നടപടിയെടുത്ത ബഹുമാനപ്പെട്ട ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീല മേഡം മറ്റ് സഹപ്രവർത്തകരോടും ഒരുപാട് നന്ദിയുണ്ട്. പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മാലിന്യങ്ങൾ പ്രോപ്പറായി തന്നെ സംസ്കരിക്കുക, അതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പബ്ലിക് പ്ലേസിൽ മാലിന്യം ഇടാതിരിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.